എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംശയങ്ങളുടെ ഉത്തരവാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതായത് ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് എഫ്2ണിൻ്റെ സ്കിൻ വൈറ്റനിങ് ക്രീം. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെയും 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരുപാട് പേര് ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ക്രീം നല്ലതാണോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഇത് നിർത്തി കഴിയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് നമ്മുടെ ഫേസ് ഡള്ളാകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും വരാറുണ്ട്. അതുപോലെ പേഴ്സണൽ നമ്പറിലേക്കൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെല്ലാത്തിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ റീൽസും ഷോർട്സും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്രീമിനെ കുറിച്ച് ഇപ്പോഴും നല്ല റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് വൈറൽ ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് ഈ ഒരു ഫേസ് ടൂൺ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ക്രീമിൽ നമ്മുടെ സ്കിന്നിനോ നമ്മുടെ ശരീരത്തിനോ ദോഷകരമായിട്ടുള്ള യാതൊരു കെമിക്കൽ കണ്ടന്റും അടങ്ങിയിട്ടില്ല. ഞാനിത് 1 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ്. അതുപോലെ ഇത് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നമുക്ക് വളരെയധികം വിശ്വസിച്ച് ഉപയോഗിക്കാം. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ എസൻഷ്യൽ ആണ് അടങ്ങിയിട്ടുള്ളത്. അതായത് തെർമറിക്, സാൻഡൽ, ഗ്ലിസറിൻ, ബയോട്ടിൻ, കൊളാജൻ, വൈറ്റമിൻ A, വൈറ്റമിൻ B, വൈറ്റമിൻ C, അതുപോലെ വൈറ്റമിൻ E, മിനറൽ ഓയിൽസ്, അങ്ങനെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്രീം വാങ്ങിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ചില സമയത്ത് കുരുക്കളൊക്കെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, ചില സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ, നമ്മുടെ ഫേസ് വല്ലാണ്ട് ഡള്ളായിട്ടിരിക്കുക, ഡാർക്കായിട്ടിരിക്കുക, ഇതൊക്കെ മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഈ ക്രീം ഉപയോഗിക്കാം. ഈ ഒരു ക്രീം നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു രീതി പറയുന്നുണ്ട്. അതേ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% റിസൾട്ടാണ് ഈ ഒരു കമ്പനി ഉറപ്പ് തരുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇതൊരു ഫൗണ്ടേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. നോർമലി ഒരു ക്രീം എന്നുള്ളൊരു ടെക്സ്ചറിലല്ല വന്നിട്ടുള്ളത്. ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കേണ്ടത്. അതായത് നമ്മളിങ്ങനെ ഒരു ഫേസ് പാക്ക് പോലെ വേണം നമ്മൾ ഇടാനായിട്ട്. ഓവറായിട്ട് കട്ടിയിൽ വേണ്ട, എന്നാലും ഒരല്പം ക്രീം ഇടുന്ന രീതിയിലല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഒരു കട്ടിയിൽ വേണം ഈ ക്രീം ഇടാനായിട്ട്. ഇനി നമുക്കിത് കിട്ടുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രീമിന് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മളിത് വാങ്ങിക്കുക. അപ്പോൾ ഇതിന്റെ വെബ്സൈറ്റ് ലിങ്കും അതുപോലെ തന്നെ ഇത് ഓർഡർ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പരും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സ്കിൻ പ്രോബ്ലംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അലർജിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. സെൻസിറ്റീവ് സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ ഈ ഒരു ക്രീം അല്ല, ഏത് ക്രീം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഓർഡർ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്